പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ജീവിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോട് ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ആരും ഈ സഭ വിട്ടു പോകാൻ പാടില്ല. ഇപ്പം 4 പേരെ സസ്പെൻഡ് ചെയ്ത് അവരെ പരിമിതിക്കുള്ളിലാക്കി. അവർക്ക് കുർബാന പബ്ലിക്കായിട്ട് ചെല്ലാൻ പാടില്ല. കുർബാന വിലക്ക് അവർക്ക് വന്നിട്ടുണ്ട്. പബ്ലിക്കായിട്ട് ചെല്ലുന്നതിന് അവർക്ക് പ്രൈവറ്റ് മാസ് ചെല്ലാം. ഇനിയും ഭീകരമായ അവസ്ഥയിലേക്ക് പോയാൽ സംഭവിക്കാൻ പോകുന്നത് മറ്റു പലതുമാണ്. നിങ്ങൾ എങ്ങോട്ട് പോകുന്നേ പറഞ്ഞേ? സഭ ഏതായാലും ഉണ്ടാക്കാം. നിങ്ങൾക്കൊരു പുതിയ സഭ ഉണ്ടാക്കണേ പെന്തക്കോസ്ത് സഭയായിട്ട് ഉണ്ടാക്കേണ്ടി വരും. ആ സഭയിൽ ഒരു തരത്തിലും നിലനിൽപ്പില്ലാത്തൊരവസ്ഥയാണ്. തന്നെയുമല്ല, ഇത്രയും കാലം പഠിച്ചിട്ട് വിശുദ്ധരായ വൈദികരായി തീർന്ന് നിങ്ങളെ സാത്താൻ തട്ടിച്ചപ്പോൾ തിരിച്ചറിയാതെ കെണിയിൽ ചെന്ന് പെട്ടുപോയല്ലോ നിങ്ങൾ. ഇപ്പോഴും ഇതാ മാനസാന്തരപ്പെടാനുള്ള എല്ലാ വഴികളും തുറക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ ശിക്ഷിച്ച് തള്ളിക്കളയാൻ ഒരിക്കലും സഭ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എത്ര മോശമായാലും നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങൾ നല്ല മനുഷ്യരായി, നല്ല ശുശ്രൂഷകരായി, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരായി തീരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വീണുപോയവരെ ആരെയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷേ അഹങ്കാരത്തിൽ പോയവരെയൊക്കെ ദൈവം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വീഴ്ചകൾ കർത്താവ് ക്ഷമിക്കും, അഹങ്കാരം ദൈവം ക്ഷമിക്കില്ല. സാത്താൻ ഉണ്ടായത് തന്നെ അഹങ്കാരം കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലാകരുത്. അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള തന്നെയല്ല, നിങ്ങൾ സഭ വിട്ട് പുറത്തു പോയ നിങ്ങളുടെ കുടുംബക്കാർ പോലും നിങ്ങളുടെ കൂടെ കാണുകയില്ല. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള ഒരു മനുഷ്യനും കാണുകയില്ല. ഒന്ന്. രണ്ടാമത്, യുവാക്കളായ ചെറുപ്പക്കാരായ വൈദികരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ കൊയ്യേണ്ടവരും എത്രയോ വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കേണ്ടവരും ദൈവസ്നേഹത്തെ പ്രതി ബലിയായി ജീവിച്ചൊത്തിരി നന്മ ചെയ്യേണ്ട മനുഷ്യരാണ് നിങ്ങൾ. അത്ര വലിയ അഭിഷിക്തരും പുരോഹിതരുമാണ് നിങ്ങൾ. ഭാവിയിൽ ഒരു മെത്രാനാകുകയോ അല്ലെങ്കിൽ ഒരു കർദിനാളാകുകയോ ഒക്കെ ചെയ്യാൻ തക്ക കഴിവും പിടിപ്പുമുള്ളവരാണ്. ഈ അനുസരണക്കേടിൻ്റെ വഴിയിലൂടെ വന്നിട്ട് ഈ അതിരൂപതയെ തകർത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് മിച്ചം വരുമെന്നൊന്ന് ചിന്തിച്ച്. സഭ വിട്ട് പുറത്തു പോയാൽ നിങ്ങൾക്ക് എന്ത് മിച്ചമാണ് ഉള്ളത്? ഒരു മിച്ചവും ഇല്ലെന്നേ. അപമാനം മാത്രമായിരിക്കും. മറ്റുള്ള സമൂഹത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ആക്ഷേപിക്കപ്പെടും. ഞങ്ങൾക്ക് വേണ്ടി വീട് വിട്ടിറങ്ങിയിട്ട് തെരുവിൽ അനാഥരെ പോലെ നിങ്ങൾ ജീവിക്കുന്ന കാണാൻ ഇഷ്ടമില്ല. നിങ്ങളീ പറയുന്ന അഭ്യാസം ഒന്നും നടക്കത്തില്ല. എന്തായാലും പുതിയൊരു സഭയുണ്ടാവില്ല. 2, നിങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ എന്തുമാത്രം മനുഷ്യർ കുർബാന ചെല്ലാൻ റെഡിയായിട്ട് ഇരിപ്പണമെന്നറിയാമോ? ഈ 4 പേരുടെ സസ്പെൻഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ എല്ലാവരും ഉണ്ട്. ഒരു അച്ഛനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് മാറി നിന്നാൽ ഒറ്റപ്പെട്ടു പോകും. നിങ്ങൾ ഒറ്റപ്പെടാനല്ലെങ്കിൽ പിന്നെ എന്തിനാ പുരോഹിതരായത്? നിങ്ങളുടെ കൂടെ നിങ്ങൾ താമസിക്കുന്നിടത്ത് വേറെ വല്ലവരും ഉണ്ടോ? നിങ്ങൾ മാത്രമല്ല, നിങ്ങളും കർത്താവ് മാത്രമല്ല ഉള്ളത്. പള്ളിയിൽ താമസിക്കുന്ന ഒരു പുരോഹിതന് കൂട്ടുകാരായിട്ടുള്ളത് സെമിത്തേരി കിടക്കുന്ന അപ്പച്ചന്മാരുടെ ആത്മാക്കളാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ കാവൽക്കാരായി നിങ്ങൾ ഇരിക്കുന്നു. നിങ്ങൾക്ക് പിന്നെ ആരെയാ കൂട്ടുവേണ്ടത്? പണ്ട് അച്ഛന്മാരുടെ സമ്മേളനത്തിൽ ഒരു കൊച്ചച്ഛൻ പറഞ്ഞു, നമ്മൾ ഈ ദൈവജനത്തിന് വേണ്ടി ജീവിക്കുന്നു, അവസാനം നമുക്കാരും ഇല്ലാതാവും. സങ്കടം പറഞ്ഞപ്പോൾ പ്രായമുള്ള 85 വയസ്സുള്ളൊരു പ്രായമുള്ള അച്ഛനെ എഴുന്നേറ്റ് പറഞ്ഞു, കൊച്ചച്ഛാ, മേലാൽ അങ്ങനെ പറഞ്ഞു പോകല്ലേ. നമ്മൾക്ക് കൂട്ട് സർവശക്തനായ ദൈവമാണ്. വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ കൂട്ടും സംരക്ഷണവുമാണ്. മറിച്ച് വിശ്വസ്തതയില്ലാതെ പോയാൽ സാത്താൻ്റെ കൂട്ടാ, അന്ധകാര ശക്തികളുടെ കൂട്ടാ, ലോകാരൂപിയുടെ കൂട്ടാ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എവിടെ മസിൽ പിടിച്ച് നിന്നാലും തകർന്നു പോവുകയുള്ളൂ. ആ വഴികളാണ് മുന്നിൽ കാണുന്നത്. അപകടം മുന്നിൽ കാണുമ്പോഴെങ്കിലും ദൈവഭയത്തോടെ തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ധൂർത്തപുത്രൻ്റെ നാശം അവൻ്റെ മരണത്തിൻ്റെ മുന്നിലേക്ക് അവനെ കൊണ്ടുപോയത്. കാരണം ഭക്ഷണത്തിന് പോലും വകയില്ലാതായി. അപ്പോഴാണ് അവൻ അപ്പനെ പറ്റി ഓർത്തത്. ഇതാ, ആ അപ്പൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. അപ്പൻ്റെ കുടുംബം ഇന്നും ജീവിച്ചിരിക്കുന്നു. കത്തോലിക്ക സഭയാകുന്ന കുടുംബം ഇന്നും ജീവിച്ചിരിക്കുന്നു. കാവലോടെ കാത്തിരിക്കുന്ന പിതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. പിതാക്കന്മാർ ശിക്ഷിക്കാനായിട്ട് താല്പര്യമില്ലാതെ അവർ ഇച്ചിരി മുന്നോട്ട് തള്ളി കൊണ്ടുവന്നാണ് ഈ കുഴപ്പത്തിലെല്ലാം കൊണ്ടാക്കിയത്. അതുകൊണ്ട് അതവരുടെ ബലഹീനതയാണെന്ന് കണക്കുകൂട്ടി നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. എത്രയും വേഗം ഇതിൽ നിന്ന് പുറത്തു വരിക. ദൈവം രക്ഷിക്കാൻ 2 കരങ്ങൾ നീട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട്.
നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, 34 രൂപതകളിലെ വൈദികരും അനുസരണയോടെ കർത്താവിൻ്റെ ബലി അർപ്പിക്കുമ്പോൾ അനുസരണക്കേടിൻ്റെ ബലി അർപ്പിക്കുന്ന നിങ്ങളുടെ തകർച്ചയുടെ വലിപ്പം എത്ര ഭയങ്കരമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാ വൈദികരെ, നിങ്ങൾ ഞങ്ങളുടെ അഭിഷിക്തരാ, നിങ്ങളാരും പുറത്തു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മര്യാദയ്ക്ക് എളിമപ്പെടുക. എളിമപ്പെട്ടാൽ ദൈവാനുഗ്രഹം, അഹങ്കരിച്ചാൽ നിത്യനാശമായിരിക്കും. സംഭവിക്കാതിരിക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കുർബാനയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ അർപ്പിക്കുന്ന ബലി ഒരിക്കലും ബലിയല്ലല്ലോ. അതുകൊണ്ട് ലോകം മുഴുവൻ ഓടി നടന്ന് സഭ പറയുന്ന ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുക. കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളാരും നശിച്ചു പോകരുത്, സഭ വിട്ടു പോകരുത്. സഭയിൽ ഒരു വലിയ നാശം നിങ്ങളായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഉണ്ടാക്കി വെച്ചു. അതിനൊരു പരിഹാര ജീവിതം പോലെ. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപത വിട്ട് സഭയുടെ മേച്ചിൽപ്പുറങ്ങൾ ഒരുപാടുണ്ടല്ലോ. പല നാടുകളിലായി സുവിശേഷം പ്രവർത്തിക്കുന്ന, സുവിശേഷം ജീവിക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി അച്ഛന്മാരുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകരുത്. നിങ്ങളിവിടെ നിന്ന് കലഹിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ കുപ്പായം ഊരണ്ടല്ലോ. പിതാക്കന്മാരോട് പറയുക, ഞങ്ങളിതാ മിഷൻ മേഖലയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു നിങ്ങളെ പറഞ്ഞു വിടുമല്ലോ. എന്തിനാ വെറുതെ കലഹിച്ച് തകരുന്നത്? മരിച്ചാലും അല്ലെങ്കിൽ നശിച്ചാലും വേണ്ടില്ല, ഞങ്ങളിനി അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തോരം അന്ധകാരമാണ്. നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം മാത്രമല്ലല്ലോ, ഒരു നിത്യത കൂടെ നിങ്ങൾ ഓർക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ആ നിത്യത നഷ്ടപ്പെടുന്ന വഴിയിലേക്കാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നതെന്നുള്ള സത്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എങ്കിലും ഒരു ആത്മീയ ദർശനമൊക്കെ എനിക്ക് എൻ്റേതായ നിലവാരത്തിൽ ദൈവം തന്നിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളോടുള്ള ഒത്തിരി സ്നേഹം കൊണ്ട് പറയുകയാണ്, വഴിവിട്ട് പോകല്ലേ. ഈ ധ്യാനഗുരുക്കന്മാരൊക്കെ കാട്ടിക്കൂട്ടിയ ആവശ്യമില്ലാത്ത ചിന്തകളുടെ പിന്നാലെ പോയി തകർന്നില്ലേ? എത്രയും വേഗം മടങ്ങി വരിക. നമുക്കൊന്നിച്ച് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ തമ്പുരാനെ സ്നേഹിച്ചുകൊണ്ട് ലോകത്ത് അനേകം ആത്മാക്കളെ രക്ഷിക്കുവാൻ ഒന്നിച്ച് പുറപ്പെടാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു, പറയുന്നു, മടങ്ങി വരിക, വഴിവിട്ട് പോകരുത്. ആമേ. എൻ്റെ സഹോദരങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. കമൻറ്റും ഇടണേ.